വടക്കൻ കേരളത്തിൽ മോശമല്ല, അതിശക്ത മഴയാണ്. ഗ്രാമീണ മേഖലകളിലെ റോഡുകൾ ഭൂരിഭാഗം വെള്ളത്തിനടിയിലാണ്. മരം കടപുഴകി വീണും മിക്കയിടത്ത് വീടുകൾക്ക് വലിയ നാശമുണ്ടായി. വടക്കൻ കേരളത്തിൽ കഴിഞ്ഞ ദിവസം മുതൽ മഴ നിർത്താതെ പെയ്യുകയാണ്. കണ്ണൂരിൽ വെള്ളക്കെട്ടിൽ വീണ് 2 പേർ മരിച്ചു. മാവൂരിൽ ചാലിയാറും ചെറുപുഴയും കരകവിഞ്ഞു. കൃഷിയിടങ്ങൾ വെള്ളത്തിലായി. മാവൂർ കച്ചേരിക്കുന്നിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. കാരശ്ശേരി പഞ്ചായത്തിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു. കണ്ണൂരിൽ വെള്ളക്കെട്ടിൽ വീണാണ് 2 പേർ മരിച്ചത്. മട്ടന്നൂർ കോളേജിൽ സ്വദേശിനി കുഞ്ഞാമിന, ചൊക്ലി ഒളവിലം സ്വദേശി ചന്ദ്രശേഖരൻ എന്നിവരാണ് മരിച്ചത്. കക്കാട് പുഴ കരകവിഞ്ഞു. പള്ളിക്കുളം റോഡ് വെള്ളത്തിൽ മുങ്ങി. താഴെ ചൊവ്വ എളയാവൂരിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് മലയോര മേഖലകളിൽ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയനാട് പുൽപ്പള്ളിയിലും നടവയൽ ചിറ്റാലൂർ കുന്നിലും കിണർ ഇടിഞ്ഞു താഴ്ന്നു. നൂൽപ്പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് പുത്തൂർ കോളനിയിൽ വെള്ളം കയറി. വയനാട്ടിൽ 3ഇടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. മലപ്പുറം ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനു മുന്നിൽ കൂറ്റൻ പൂമരം കടപുഴകി വീണു. കുന്നുമ്മൽ താമരക്കുഴിയിൽ വാഹനത്തിന് മുകളിലേക്ക് മരം വീണ് 2 പേർക്ക് ഗുരുതര പരുക്കേറ്റു. ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിന് മുകളിൽ മരം വീണ് ഡ്രൈവർക്ക് സാരമായി പരുക്കേറ്റു. ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ പുഴയോരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലും മഴ കനത്ത നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. നീലേശ്വരം താലൂക്ക് ആശുപത്രി കെട്ടിടത്തിന് മുകളിൽ മരം കടപുഴകി വീണു. കയ്യൂർ ഞണ്ടാടിയിൽ കാറ്റിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്.